പ്രൈം ടൈം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട വാർത്തകൾ, റിപ്പോർട്ടുകൾ, പ്രതികരണങ്ങളൊക്കെ ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് പ്രൈം ടൈമിലൂടെ എത്തും. ഇന്ത്യ പാക് തർക്കത്തിൽ നേരിട്ട് ഇടപെടില്ല എന്ന് ചൈന അറിയിക്കുന്നു. ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം. സാഹചര്യം തണുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുമെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ഗുവോ ജിയാക്കുൻ വ്യക്തമാക്കി. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇന്നലെ പാക് വിദേശകാര്യമന്ത്രിയും ചൈനീസ് വിദേശകാര്യ മന്ത്രിയും തമ്മിലൊരു ടെലിഫോണിലൊരു സംഭാഷണം നടന്നിരുന്നു. അതിൽ പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ചൈനയുടെ ഭാഗത്തു നിന്ന് വന്നു. പാകിസ്ഥാന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ചൈന എപ്പോഴും ഉണ്ടാകും എന്ന പ്രതികരണമാണ് ഇന്നലെ വന്നത്. ഇപ്പോൾ ചൈന ഒടുവിലായി ഈ വിഷയത്തിൽ വ്യക്തമാക്കുന്നത് എന്താണ്? റിജിത്ത്, ഇന്നലെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ചൈന ഒരല്പം മയപ്പെട്ടിട്ടുണ്ട്, ഒരല്പം പുറകോട്ട് പോയിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ അവരുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ ചൈനീസ് വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയും ടെലിഫോണിൽ നടത്തിയ സംഭാഷണത്തിൽ ചൈന എല്ലാ പിന്തുണയും പാകിസ്ഥാന് ഉറപ്പു നൽകുകയും പാകിസ്ഥാന്റെ പരമാധികാരവും സുരക്ഷയും ഒക്കെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒത്ത പങ്കാളിയായി ഒപ്പം ഉണ്ടാകുമെന്നതാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അതിൽ ഈ അന്വേഷണവുമൊക്കെ ബന്ധപ്പെട്ട് പഹൽഗാമിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യത്തെക്കുറിച്ചൊക്കെ എന്താണ് ചൈനയുടെ പുതിയ നിലപാട് എന്ന ചോദ്യം ഉയർന്നു. അതിനോടാണ് ഈ തരത്തിലൊരു മറുപടി ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിലവിൽ ഈ തർക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിലാണ്. അത് പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളുമാണ് നടത്തേണ്ടത്. അത്തരം ചർച്ചകൾ നടത്തി ഇപ്പോഴുള്ള സംഘർഷ സാധ്യതയിൽ നിന്ന് പുറകോട്ട് പോകാൻ ഇരു രാജ്യങ്ങളും ഒരേപോലെ വിചാരിച്ച് അതിനുവേണ്ടി ശ്രമിച്ച് ആ ഒരു രീതിയിൽ ഒരു ഡീ എസ്കലേഷൻ, ഈ ഒരു സമ്മർദ്ദഘട്ടം കുറച്ച് കൊണ്ടുവരണം എന്നതാണ് ചൈനയുടെ നിലപാട്. നേരിട്ട് ഈ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ താല്പര്യമില്ല എന്ന മട്ടിൽ തന്നെയാണ് ചൈന ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇന്നലെ പിന്തുണ അറിയിക്കുമ്പോഴും ഇന്ന് ചൈനയുടെ നിലപാട് ഒരല്പം മയപ്പെട്ടിട്ടുണ്ട്. നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടാതെ പാകിസ്ഥാൻ തന്നെ പരിഹരിക്കട്ടെ എന്ന മട്ടിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ അമേരിക്കയും ഏതാണ്ട് ഇതേ ഒരു നിലപാട് തന്നെയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചതും. റിജിത്ത്, ശരി. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്ത്യ പാക് നിലവിലെ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടില്ല എന്നാണ് ചൈന വ്യക്തമാക്കുന്നത്. സമാധാന ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ചൈനയുടെ വക്താവിന്റെ പ്രതികരണം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകൾ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സൈനിക നീക്കം, സുരക്ഷ ഉൾപ്പെടെ ചർച്ചയായി. ഭീകരാക്രമണത്തിന് ശേഷം മതഭേദമില്ലാതെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നുവെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാക് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ റഫാൽ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെച്ചു. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നതിനിടെയാണ് ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ. രാജ്നാഥ് സിംഗ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സൈനിക നീക്കങ്ങൾക്ക് പുറമെ സുരക്ഷ, സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ എന്നിവ രാജ്നാഥ് സിംഗ് യോഗത്തിൽ വിശദീകരിച്ചു. രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാമെന്ന് തീവ്രവാദികളും അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരും കരുതി. എന്നാൽ ഒറ്റക്കെട്ടായി രാജ്യം അതിനെ നേരിട്ടുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പ്രകോപനം തുടരുന്ന പാകിസ്ഥാനെതിരെ സൈനിക നീക്കങ്ങളുണ്ടാകുമെന്ന സൂചനകൾക്കിടെ റഫാൽ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഇന്ന് ഒപ്പുവെച്ചു. 26 റഫാൽ മറൈൻ ജെറ്റുകൾ, ലോജിസ്റ്റിക് പിന്തുണ, ആയുധങ്ങൾ, പരിശീലന സിമുലേറ്ററുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് കരാർ. 2016 വ്യോമസേനയ്ക്കായി 32 റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയിരുന്നു. പുതിയ കരാറോടെ ഇന്ത്യയുടെ റഫാൽ ശേഖരം 62 വർദ്ധിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക യോഗങ്ങളാണ് ചേരുന്നത്. സംയുക്ത സൈനിക മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സൈനിക നീക്കത്തിലും അതിർത്തിയിലെ സുരക്ഷയിലുമടക്കം നിർണായക തീരുമാനങ്ങൾ ഉടനുണ്ടായേക്കുമെന്നാണ് സൂചന. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി, 24. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പുതിയ ദൃശ്യങ്ങളും പുറത്തുവരികയാണ്. സിപ്പ് ലൈൻ റൈഡിനിടെ വിനോദസഞ്ചാരി പകർത്തിയ സെൽഫി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഭീകരർ വെടിയുതിർക്കുന്ന ശബ്ദവും ആളുകൾ ഭയന്നോടുന്നതുമൊക്കെ ഈ ദൃശ്യങ്ങളിലുണ്ട്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം.
ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് പഹൽഗാമിൽ നിന്ന്. ബൽറാം, ഇന്നലെ ഒരു പ്രാദേശിക വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യം അത് പുറത്തു വരികയും അതിന് പിന്നാലെ ആ വീഡിയോഗ്രാഫറെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് NIA കടക്കുകയും നിർണായക തെളിവായത് മാറുകയും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് NIA കടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഒരു പുതിയ ദൃശ്യം കൂടി, വിനോദസഞ്ചാരി പകർത്തിയ ഒരു ദൃശ്യം കൂടി പുറത്തു വരുന്നു. എന്താണ് വിവരങ്ങൾ? ഈ ദൃശ്യങ്ങൾ എത്രത്തോളം നിർണായകമാണ് ഈ ഘട്ടത്തിൽ ബൽറാം? റിജിത്ത്, ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു വിനോദസഞ്ചാരി പകർത്തിയ ദൃശ്യങ്ങളാണ്. അദ്ദേഹം സിപ്പ് ലൈനിലെ റെയ്ഡ് ആരംഭിക്കുന്നതിന് മുമ്പായി തന്റെ മൊബൈലിലെ സെൽഫി വീഡിയോ ഓൺ ആക്കിയിരുന്നു. ഇയാൾ ഈ സിപ്പ് ലൈൻ റൈഡ് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായാണ് ഈ ആക്രമണം ആരംഭിച്ചത് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഈ ചിത്രീകരണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ വെടിയുതിർക്കുന്ന ശബ്ദം കേൾക്കാനാകും. പലതവണ വെടിയുതിർക്കുന്ന ശബ്ദം ഇയാൾ റൈഡിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ കേൾക്കുന്നുണ്ട്. കൂടാതെ താഴെ ഈ മുകളിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങളിൽ താഴെ ആളുകൾ ഭയന്നോടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പലരും ഈ ഓട്ടത്തിനിടെ വീണു പോകുന്നുണ്ട്. എന്നാൽ ഈ ചിത്രീകരിക്കുന്ന വ്യക്തി അദ്ദേഹം ആ റൈഡിലായതിനാൽ തന്നെ അദ്ദേഹം ഈ താഴെ നടക്കുന്ന വെടിയൊച്ചയും ഒപ്പം തന്നെ ഈ ആളുകൾ ഭയന്നോടുന്നതും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. ഈ റൈഡ് പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് ഇയാൾ ഇത് സംബന്ധിച്ചുള്ള ഇത്തരത്തിലൊരു ആക്രമണം അവിടെ നടന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. തുടർന്ന് അതുവരെയുള്ള ഈ റൈഡ് പൂർത്തിയാക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങളാണ് ഈ സെൽഫി വീഡിയോയിൽ ഉള്ളത്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസും മറ്റ് ഏജൻസികളും പരിശോധിക്കുന്നുണ്ട്. ഏത് സമയത്താണ് അല്ലെങ്കിൽ ഭീകരർ ഏത് ഭാഗത്തു നിന്ന് വന്നു എന്നതടക്കമുള്ള സ്ഥിരീകരണത്തിന് ഈ ദൃശ്യങ്ങൾ ഉപയോഗപ്പെടും എന്നാണ് കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ദൃശ്യങ്ങൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പല സെൽഫി വീഡിയോകളും നേരിട്ടുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിനോദസഞ്ചാര മേഖലയിൽ വിനോദസഞ്ചാരികൾക്ക് വീഡിയോ എടുത്തു നൽകുന്ന ഒരു വീഡിയോഗ്രാഫർ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഭീകരാക്രമണത്തിൽ NIA മുഖ്യ തെളിവായി മാറിയിരിക്കുന്നത്. ഇയാളിൽ നിന്നും കഴിഞ്ഞ ദിവസം NIA സംഘം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇയാളാകട്ടെ ഈ ആക്രമണം അറിഞ്ഞ് പകർത്തിയ ദൃശ്യങ്ങളായതുകൊണ്ട് തന്നെ ഒരു മരത്തിൽ ഒളിച്ചിരുന്ന് പൂർണ്ണമായും ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. അത് മുഴുവനായും തെളിവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരർ എത്തിയ ദിശ, അവർ ആക്രമിച്ച ശൈലി, അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെ എന്ന് തിരിച്ചറിയുന്നതിനും ഉപയോഗിച്ച ആയുധങ്ങൾ ഏത് എന്ന് തിരിച്ചറിയുന്നതിനും ആ വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ ഉപയോഗപ്പെട്ടു എന്നാണ് ഏജൻസികളിൽ നിന്നും വ്യക്തമാകുന്നത്. വിനോദസഞ്ചാരി പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇത് നിർണായക തെളിവുകളിലൊന്നായി ഇതും മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പഹൽഗാമിൽ നിന്ന് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം, അശോക് കുമാർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വരികയാണ്. സിനിമാ നടന്മാർക്ക് കേസുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ തെളിവുകൾ ലഭ്യമായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഈ ചോദ്യം ചെയ്യലിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും ഈ നടന്മാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഷൈൻ മയക്കുമരുന്നിന് അടിമയാണ്, അതുകൊണ്ടാണ് വിമുക്തി കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തത്. ഷൈനും ഇതേ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് പറയുന്നു. വേണ്ടി വന്നാൽ ഈ നടന്മാരെയും മോഡലിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുകൂടി എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട് നിന്ന് ഷൊർണൂരിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, അവിടെ 3 വിദ്യാർത്ഥിനികളെ കാണാതായി. 16 വയസ്സുകാരികളായ കൂനത്തറ സ്വദേശി ശാസ്ത, കൈലിയാട് സ്വദേശി അനുഗ്രഹ, ദേശമംഗലം സ്വദേശി കീർത്തന എന്നിവരെയാണ് ഇന്ന് രാവിലെ മുതൽ കാണാനില്ല എന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീത്ത്, എന്താണ് പോലീസ് മനസ്സിലാക്കുന്നത്? ബന്ധുക്കൾ പറയുന്നത് എന്താണ് ശ്രീത്ത്? വിഷു കൈനീട്ടം കിട്ടിയ കാശുമായി കുട്ടികൾ പോയി എന്ന ഒരു വിവരം മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളൂ. അങ്ങനെ ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ പോലീസിനും അതുപോലെ തന്നെ ബന്ധുക്കൾ നൽകിയിട്ടുള്ളൂ. ഈ 3 കുട്ടികളും ഒരേ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളാണ്. ആ സ്കൂളിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് പോകുന്ന തരത്തിലേക്കാണ് ഈ ഏറ്റവും ഒടുവിൽ പോലീസ് പറയുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ പോലീസിന് മൊബൈൽ ഫോൺ ലൊക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇതിലൊരു കുട്ടിയുടെ മൊബൈൽ ഫോൺ കോയമ്പത്തൂർ ഉക്കടത്ത് വെച്ച് ഓൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് തെരച്ചിൽ നടത്താനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കുട്ടികൾ പോയത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരം ഇപ്പോൾ പോലീസ് നൽകുന്നില്ല. എന്തായാലും പോലീസ് സംഘം ഇപ്പോൾ കോയമ്പത്തൂരിലേക്ക് അന്വേഷിച്ച് പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 3 കുട്ടികളെയും എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ഏറ്റവും ഒടുവിലുള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വൈകുന്നേരം ആയതോടുകൂടി കണ്ടെത്താൻ കഴിയില്ല എന്ന് ഉറപ്പ് ആയതോടുകൂടിയാണ് പോലീസ് ഇത്തരത്തിൽ ചിത്രങ്ങളടക്കം പുറത്ത്
ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഉക്കടത്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവസാന ഫോൺ ലൊക്കേഷൻ ഉള്ളത്. കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. TK. ശരി, ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പാലിയക്കരയിൽ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റേതാണ് ഉത്തരവ്. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗതാഗതക്കുരുക്കിനെ തുടർന്നാണ് നടപടി. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്ന് നേരത്തെ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് സാധിക്കാത്ത സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്താണ് സൂരജ്? TK, ഈ അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് തൃശൂർ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ വിവിധ ഇടങ്ങളിൽ മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ്. പ്രത്യേകിച്ച് ഈ ചിറങ്ങര അടക്കം കടന്നു കിട്ടണമെങ്കിൽ പലപ്പോഴും വലിയ ഗതാഗതക്കുരുക്കാണെന്നുള്ളതാണ് ഈ പ്രദേശവാസികളും ഈ വഴിയാത്രക്കാരും അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരുടെ ദുരിതം പലതവണ നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ കളക്ടർ നിരവധി തവണ യോഗങ്ങൾ വിളിക്കുകയും പല പരിഹാരങ്ങൾ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായൊക്കെ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തുന്നില്ല. അതോടൊപ്പം തന്നെ പല നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ പാലിയക്കരയിലെ ടോൾ പിരിവ് തന്നെ നിർത്തിവെക്കാൻ ഈ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. ടോൾ നൽകി പോകുന്ന യാത്രക്കാരന് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളത് ടോൾ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അത് നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഇത്തരത്തിലൊരു അസാധാരണ നടപടിയിലേക്ക് പോയതെന്നുള്ളതാണ് കളക്ടർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഉത്തരവ് ഇറങ്ങി ഇപ്പോൾ മണിക്കൂറുകളാകുന്നു. പക്ഷേ ഇതുവരെയും ഈ ഉത്തരവ് സംബന്ധിച്ച ഒരു നടപടിക്രമത്തിലേക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നതിലേക്ക് പോയിട്ടില്ല. പോലീസിന് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. റൂറൽ SP-ക്ക് ലഭിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ചാലക്കുടി DYSP-യോട് തുടർ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോഴും പാലിയക്കരയിൽ ഈ ഉത്തരവ് നിലനിൽക്കെ തന്നെ ഈ ടോൾ പിരിവ് തുടരുകയും ചെയ്യുകയാണ്. TK. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലെ CBI അന്വേഷണത്തിനെതിരെ KM എബ്രഹാം സുപ്രീം കോടതിയിൽ. CBI അന്വേഷണത്തിനുള്ള ഉത്തരവ് റദ്ദാക്കണം എന്നാണ് ആവശ്യം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല എന്ന് KM എബ്രഹാം കോടതിയെ അറിയിച്ചു. അതേസമയം പരാതിക്കാരനായ ജോമോൻ പുത്തൻപുരയ്ക്കൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട്. വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയാണ് അതിനെ കാണേണ്ടത്? ജോമോൻ പുത്തൻപുരയ്ക്കലിൻ്റെ തടസ്സ ഹർജി കൂടി കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? CBI ആണെങ്കിൽ ഇവിടെ KM എബ്രഹാമിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരശേഖരണങ്ങളിലേക്കടക്കം, ഈ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിലേക്കടക്കം ഒരു ഭാഗത്ത് കടന്നിട്ടുമുണ്ട്. വിനീത, തീർച്ചയായും TK സൂചിപ്പിച്ചതുപോലെ തന്നെ CBIയുടെ നടപടിക്രമങ്ങൾ തുടരുന്ന ഘട്ടത്തിൽ കൂടിയാണ് KM എബ്രഹാം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. CBI അന്വേഷണത്തിനെതിരെയാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. വരവിൽ കഴിഞ്ഞ സ്വത്ത് താൻ സമ്പാദിച്ചിട്ടില്ല എന്ന് KM എബ്രഹാം പറയുന്നുണ്ട്. ഒപ്പം തന്നെ CBI അന്വേഷണത്തിനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്നും ഈ അപ്പീലിൽ KM എബ്രഹാം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അതേസമയം KM എബ്രഹാമിനെതിരായ CBI അന്വേഷണത്തിൽ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി കൂടി ഫയൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത് ജോമോൻ പുത്തൻപുരയ്ക്കലാണ്. തനിക്ക് പറയാനുള്ളത് കേൾക്കാതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കരുത് എന്നാണ് അദ്ദേഹം ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. TK. വിനീത VG ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി നമ്മൾ തിരികെ എത്തും. ചില പ്രത്യേക റിപ്പോർട്ടുകൾ, പതിവ് സെഗ്മെന്റുകളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. പ്രേക്ഷകർ തുടരണം. ഷോർട്ട് ബ്രേക്ക്. പ്രൈം ടൈമിലേക്ക് വീണ്ടും. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടന്മാർക്ക് ബന്ധമില്ല എന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടില്ല. ഷൈൻ മയക്കുമരുന്നിന് അടിമ, അതുകൊണ്ടാണ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയത്. നിലവിൽ ഇവർക്കെതിരെ തെളിവില്ല, വേണ്ടി വന്നാൽ വീണ്ടും വിളിപ്പിക്കുമെന്നും അശോക് കുമാർ പറഞ്ഞു. പ്രതികരണത്തിലേക്ക് ആദ്യം. ഷൈനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ബോധ്യമായി. അത് ആ ഡ്രഗ് അഡിക്റ്റിനെ നമുക്ക് നൽകേണ്ടത് ചികിത്സയാണ്. ആ ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അയാളെ തൊടുപുഴയിലുള്ള SH ഹോസ്പിറ്റൽ, അത് ഹോസ്പിറ്റൽ അവർ പ്രിഫർ ചെയ്തതാണ്, അന്നേരം ആ ഹോസ്പിറ്റലിലേക്ക് തൽക്കാലം ഞങ്ങൾ വിട്ടിരിക്കുന്നത്. ഈ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള തെളിവുകൾ നമുക്ക് ഒരു പറയത്തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. വേണ്ടി വന്നാൽ വീണ്ടും വിളിപ്പിക്കും. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. 3 പേരെയും വിട്ടയച്ചിട്ടുണ്ട്. എന്താണ് കൂടുതലായി എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്?
വിജിത്ത്, രണ്ട് നടന്മാരെയും മോഡലിനെയും ഏകദേശം 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു. പറയത്തക്ക തെളിവുകളൊന്നും ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി, അതായത് നാർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട് ഈ നടന്മാരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള തെളിവുകളൊന്നും പറയത്തക്ക തെളിവുകൾ ലഭ്യമായിട്ടില്ല. വേണ്ടി വന്നാൽ ഇവരെ വീണ്ടും വിളിപ്പിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ചില വിവരങ്ങൾ, പെൺവാണിഭ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ തന്നെ ഈ മോഡൽ സൗമ്യയിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾ പക്ഷേ ഔദ്യോഗികമായി തന്നെ എക്സൈസിന്റെ പരിധിയിൽ വരുന്നതല്ലാത്തത് കൊണ്ട് അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ വ്യക്തമാക്കിയിട്ടില്ല. അത്തരം വിവരങ്ങൾ പോലീസിനോ ബന്ധപ്പെട്ട ഏജൻസികൾക്കോ അടക്കം കൈമാറും. എന്താണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമില്ല എന്നാണ് എക്സൈസ് ഔദ്യോഗികമായി പ്രതികരിക്കുന്നത്. പക്ഷേ ഷൈൻ ഒരു അഡിക്റ്റാണ്, ലഹരി അഡിക്റ്റാണ്, ഡ്രഗ് അഡിക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഷൈനും കൂടി ആവശ്യപ്പെട്ടു ഒരു ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറണം. അങ്ങനെ തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് ഇന്ന് തന്നെ മാറ്റിയിട്ടുണ്ട്. അത്തരത്തിലൊരു മാനസാന്തരത്തിന് തയ്യാറായി ഷൈൻ എത്തിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം എക്സൈസിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഈ തസ്ലീമ സുൽത്താനയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചത് ലഹരിക്ക് വേണ്ടിയിട്ടുള്ള ഇടപാടുകളല്ല എന്ന് മാത്രമാണ് എക്സൈസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഇത് അന്വേഷണത്തിൽ ഒരു ഘട്ടം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. രണ്ടാം ഘട്ടത്തിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് നിലവിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നാളെ ഹാജരാകുന്നത് ബിഗ് ബോസിന്റെ താരം ജിൻഡോയാണ്. ജിൻഡോയൊപ്പം തന്നെ സിനിമാ മേഖലയിലെ ഒരു നിർമ്മാണ സഹായ ജോഷി കൂടി നാളെ ഇവിടെ എക്സൈസിന്റെ ആസ്ഥാനത്ത് ആലപ്പുഴയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയത്തെ തുടർന്ന് ചോദ്യം ചെയ്യലിൽ വിളിപ്പിക്കും. ഇവർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രമുഖരായതുകൊണ്ട് മാത്രമാണ് ഇവരെ ആദ്യം വിളിപ്പിച്ചതെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവർക്ക് ഈ ഇടപാടുകൾ തസ്ലീമയുമായി, മോഡൽ സൗമ്യയുമായി നടത്തിയ ഇടപാടുകളിലൊന്നും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലവിൽ എക്സൈസിന് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇനിയുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിച്ചാൽ ഇപ്പോൾ വിട്ടയച്ച ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ഇനിയും വിളിച്ചു വരുത്തുമെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ഇത്ര പീരീഡ് കഴിഞ്ഞാൽ അവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അളവിലുള്ള ലഹരി കേസുകളൊക്കെ തന്നെ ഇല്ലാതാകും എന്ന് കൂടി എക്സൈസ് വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നിയമ നടപടി കൂടി ഈ വിഷയത്തിലുണ്ട്. ഈ നാളത്തെ ചോദ്യം ചെയ്യൽ രാവിലെ 9 മണിക്ക് ഹാജരാകാനാണ് ഇവരോടും പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും പക്ഷേ 1.5-2 മണിക്കൂർ മുൻപ് തന്നെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ആലപ്പുഴ എക്സൈസ് ആസ്ഥാനത്തെത്തി. മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറി എത്താനായിരുന്നു അവരുടെ തീരുമാനം. 1 മണിക്കൂറകം തന്നെ വിട്ടയക്കണമെന്നും തനിക്ക് ഉച്ചയ്ക്ക് ശേഷം മടങ്ങി ബാംഗ്ലൂരിലേക്ക് പോകണമെന്നൊക്കെ തന്നെ ഷൈൻ ടോം ചാക്കോ ആവശ്യപ്പെട്ടു. പക്ഷേ നിയമാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാതെ ഇവരെ വിടുകയില്ല എന്ന് പറഞ്ഞു. 10 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത് വിശദമായ കാര്യങ്ങൾ ഓരോ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ ഫോണിൽ വാട്സാപ്പിൽ നടത്തിയിട്ടുള്ള ചാറ്റുകളൊക്കെ തന്നെ എണ്ണി പറഞ്ഞുള്ള ചോദ്യാവലിയിൽ കൃത്യമായ മറുപടി ആവശ്യപ്പെട്ടു. ഇതിനിടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു വിഡ്രോവൽ സിൻഡ്രം എന്ന രീതിയിൽ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു എന്ന് കൂടി നമുക്ക് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഈ ചോദ്യം ചെയ്യൽ ഹാളിൽ നിന്നും ഇറങ്ങി താഴേക്ക് വന്നു, തിരിച്ച് മുകളിലേക്ക് എത്തി. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതിന് എക്സൈസ് തന്നെ പറയുകയാണ് ഇയാൾ ലഹരിക്ക് അടിമയാണ്. മനീഷ് മഹിമാൽ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി നിലവിൽ നടന്മാർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ യാതൊരു തെളിവുകളും ലഭ്യമായിട്ടില്ല. ആവശ്യമെങ്കിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ള കാര്യമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. യുവ സംവിധായകർ പ്രതികളായ ലഹരി കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ MF സുരേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. ഇന്നലെയാണ് സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലായത്. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ ഉൾപ്പെടെ 3 പേരിൽ നിന്നായി 1.6 ഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിലാണ് എക്സൈസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണർ MF സുരേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക. കഞ്ചാവ് എത്തിച്ചവരെ കേന്ദ്രീകരിച്ചാകും അന്വേഷണം. കഞ്ചാവ് എത്തിച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങൾ സംവിധായകരിൽ നിന്ന് ഇന്നലെ എക്സൈസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച മൊബൈൽ നമ്പർ സ്വിച്ച്ഡ് ഓഫ് ആണ്. ഇയാൾ സിനിമയിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണെന്നാണ് എക്സൈസിന്റെ നിഗമനം. കഞ്ചാവിന്റെ ഉറവിടം സംബന്ധിച്ച അന്വേഷണത്തിൽ സൈബർ സെല്ലിന്റെ സഹായവും എക്സൈസ് തേടിയിട്ടുണ്ട്. അതേസമയം ഫ്ളാറ്റ് ഉടമയായ സംവിധായകൻ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുന്നതിന് എക്സൈസ് 2 ദിവസത്തിനകം നോട്ടീസ് നൽകും. കേസിൽ സമീർ താഹിറിനും പങ്കുണ്ടെന്നാണ് എക്സൈസിന്റെ സംശയം. വിശദമായി ചോദ്യം ചെയ്ത ശേഷം കേസിൽ പ്രതി ചേർക്കണോ എന്ന് അന്വേഷണ സംഘം തീരുമാനിക്കും. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയുമായുള്ള ബന്ധവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. 24 കൊച്ചി. ഷാജിയൻ കരുൺ ഇനി ഓർമ്മ. മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ അടയാളപ്പെടുത്തിയ സംവിധായകനെയാണ് ഷാജിയൻ കരുണിൻ്റെ വിയോഗത്തോടെ നമുക്ക് നഷ്ടമാവുന്നത്.
നവതരംഗ സിനിമകൾക്കൊപ്പം സഞ്ചരിച്ച സംവിധായകരിൽ ഒരാളായിരുന്നു ഷാജി എൻ കരുൺ. എന്താ മാരാരെ വായനശാല നേരത്തെ പൂട്ടിയോ? കാറ്റടിച്ചതിനകത്ത് ആകെ നാശായി. മോക്ക് മഹാരാജാവിനെ മോള് മഹാരാജാവിനെ കണ്ടിട്ടുണ്ടല്ലോ. എപ്പോ കണ്ടിട്ടുണ്ട്? ഇതാ തിരുവനന്തപുരം ഉദാര ശിരോമണി റോഡിലെ പിറവി എന്ന വീട്ടിലെ ചാരുകസേരയിൽ ഇനി ഷാജി എൻ കരുൺ ഉണ്ടാകില്ല. സിനിമയെ ഗൗരവമായി കാണുന്നവരുടെ ഉറ്റ തോഴനും മലയാള സിനിമയെ ലോകോത്തരമാക്കിയവരിൽ മുൻപന്തിയിലുമുണ്ടായിരുന്ന അതുല്യ പ്രതിഭ വിടവാങ്ങിയത് തീർത്തും അപ്രതീക്ഷിതമായി. അരവിന്ദന്റെ കാഞ്ചന സീതയിലൂടെ ക്യാമറാമാനായി രംഗപ്രവേശം. പിന്നെ KG ജോർജ്, MT വാസുദേവ് നായർ എന്നിവർക്ക് വേണ്ടിയും ക്യാമറ ചലിപ്പിച്ചു. മഹർഷി വാൽമീകിയുടെ ആശ്രമം കടന്നല്ലേ രാജാവും ആര്യപുത്രനും തിരിച്ചെഴുന്നള്ളിയത്. ഷാജി എൻ കരുണിന്റെ ആദ്യ സംവിധാന സംരംഭമായ പിറവി മലയാള സിനിമാ ചരിത്രത്തിൽ മികവിന്റെ അടയാളമായാണ് വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ കൂടാതെ 31 വിവിധ അവാർഡുകളാണ് പിറവി വാരിക്കൂട്ടിയത്. 70ഓളം രാജ്യാന്തര മേളകളിൽ പ്രദർശിപ്പിച്ച പിറവി അടിയന്തരാവസ്ഥക്കാലത്ത് കാണാതായ രാജന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിയപ്പോൾ പിതാവ് ഈശ്വര വാര്യരുടെ വേഷമിട്ട പ്രേംജിക്കായിരുന്നു മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. കേക്ക് വെട്ടാണ്ടിരിക്കില്ല. നാളെ മറ്റന്നാളൊക്കെ ബസ്സില്ലേ? താൻ ഇത്തിരി വേഗം തുഴഞ്ഞ എനിക്ക് ആര്യെ കണ്ട ഒന്നുകൂടെ ചോദിക്കാം. സ്വം, വാനപ്രസ്ഥം, കുട്ടിസ്രാങ്ക് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം ഷാജി എൻ കരുണിന്റെ ഒന്നിനൊന്ന് മികച്ച സൃഷ്ടികൾ. താൻ പറയുന്ന പോലെ കളിക്കാൻ വയ്യ. വേഷം രാമനായാലും രാവണനായാലും നിയന്ത്രിക്കുന്ന മനസ്സാ. ആ മനസ്സിന് ഇതിനപ്പുറം വയ്യ. സോപാന സംഗീതത്തെ ഉത്തുംഗ ശൃംഗത്തിലെത്തിച്ച ഒരു മഹാകലാകാരന്റെ പാട്ട് കേട്ടാ ഇത്രയും കാലം ഞാൻ രംഗത്ത് പ്രവർത്തിച്ചത്. ഉച്ചത്തിലൊന്ന് നാമം ജപിക്കാൻ പോലും കഴിയാതെ ആ വലിയ മനുഷ്യൻ വീട്ടിൽ തളർന്നു കിടക്കുക. കലാശം പാതിയായി നിന്നുപോയതിന് കണക്ക് പറയുന്ന നിങ്ങൾ പോലും ആ സാധു മനുഷ്യനെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് കഷ്ടമാണ്. ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത കലാപുരസ്കാരമായ ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ്, JC ഡാനിയൽ പുരസ്കാരം തുടങ്ങിയവ ഷാജി എൻ കരുണിനെ തേടിയെത്തി. നിലവിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചു വരികയായിരുന്നു. കൊല്ലം ജില്ലയിലെ കണ്ടച്ചിറയിൽ N കരുണാകരന്റെയും ചന്ദ്രമതിയുടെയും മൂത്ത മകനായ ഷാജി എൻ കരുൺ വിടവാങ്ങിയത് 73-ാം വയസ്സിൽ. മലയാളത്തിന്റെ മഹാചലച്ചിത്രകാരന് 24ന്റെ പ്രണാമം. റിസർച്ച് ഡെസ്ക് 24. ഷാജി എൻ കരുണിന്റെ വിയോഗം നമുക്ക് തീരാനഷ്ടം തന്നെയാണ്. ഷാജി എൻ കരുണിനെ അനുശോചിച്ച് സാംസ്കാരിക രാഷ്ട്രീയ കേരളം. മലയാള സിനിമയുടെ മുഖവും മുഖശ്രീയുമായിരുന്നു ഷാജി എൻ കരുണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സിനിമയുടെ കലാപരമായ ഉന്നതിക്കും സിനിമാ മേഖലയുടെ പുരോഗതിക്കും വേണ്ടി അവിശ്രമം പ്രവർത്തിച്ച വ്യക്തിയാണ് ഷാജി എൻ കരുണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. മലയാള സിനിമയ്ക്ക് തീരാനഷ്ടമെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ടിരുന്ന ഒരാളാണ് നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുന്നത്. അത് വലിയ നഷ്ടം തന്നെയാണ്. സിനിമ പ്രവർത്തനത്തിനപ്പുറമായിട്ട് ഒരു പൊതുപ്രവർത്തനത്തിലുള്ള ആ രീതിയിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട്. മലയാള സിനിമയെ അന്തർദേശീയ തലത്തിൽ അടയാളപ്പെടുത്തിയ കലാകാരനെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ അടയാളപ്പെടുത്തിയ കേരളത്തിന്റെ മികച്ച കലാകാരനായിരുന്നു ഷാജി എൻ കരുൺ സാർ. സിനിമയുടെ എല്ലാ മേഖലകളെക്കുറിച്ചും ആഴമേറിയ അറിവുണ്ടായിരുന്ന ജീനിയസ് എന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. സിനിമയുടെ എല്ലാ മേഖലകളെക്കുറിച്ചും ആഴമേറിയ അറിവുണ്ടായിരുന്ന, എല്ലാത്തിനെ കുറിച്ചും കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്ന, സിനിമ എന്നതിനെ കുറിച്ച് ഇങ്ങനെ കൃത്യമായി അതിന്റെ എല്ലാ മർമ്മങ്ങളും നന്നായി അറിയുന്ന അങ്ങനെ ഒരു വലിയൊരു പണ്ഡിതൻ, സിനിമാ പണ്ഡിതൻ, സിനിമയുടെ ഏറ്റവും വലിയൊരു ആചാര്യൻ ആണ് നമുക്കിപ്പോ നഷ്ടമായിരിക്കുന്നത്. സിനിമയുടെ കലാമൂല്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതിരുന്ന പ്രതിഭയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലയാളത്തിന് മഹാനഷ്ടമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. മനുഷ്യന്റെ വേദന സിനിമയിൽ എങ്ങനെ കാണിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച വ്യക്തിയെന്ന് ശശി തരൂർ MP പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് മെയ് 7 മുതൽ നടക്കും. സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്ന കോൺക്ലേവിൽ വോട്ടവകാശമുള്ള
135 കർദിനാൾമാരാണ് പങ്കെടുക്കുക. 2/3 ഭൂരിപക്ഷം ലഭിക്കുന്ന ആൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി മാറും. 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് തുടരുകയും ചെയ്യും. വത്തിക്കാനിൽ നിന്ന് 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് തത്സമയം ചേരുകയാണ്. PP ജെയിംസ്, ലോകമൊന്നാകെ അടുത്ത മാർപ്പാപ്പയാര് എന്നത് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് വിശ്വാസികൾ. ഈ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് വത്തിക്കാൻ കടക്കാൻ പോകുന്നു. പേപ്പൽ കോൺക്ലേവിന്റെ തീയതി നിശ്ചയിക്കുന്നു. വത്തിക്കാനിൽ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് PP ജെയിംസ്? റീജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻപിലാണ്. എൻ്റെ പശ്ചാത്തലത്തിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കാണാം. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടുത്ത് സൈഡിലായിട്ട് കാണുന്ന ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അത് പരിഹരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. PP ജെയിംസ്, തുടരാം. പോപ്പിന്റെ സ്വന്തം ചാപ്പൽ എന്നറിയപ്പെടുന്ന സിസ്റ്റൈൻ ചാപ്പലിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സെന്റ് പീറ്റേഴ്സിന്റെ ബസിലിക്കയുടെ അടുത്ത് പീരിമയുടെ സ്ട്രക്ചറിൽ കാണുന്ന ആ കെട്ടിടമാണ് അതിൻ്റെ ടോപ്പ്. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ടോപ്പാണത്. സ്വാഭാവികമായിട്ടും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സിസ്റ്റൈൻ ചാപ്പലിലേക്ക് 135 കർദിനാൾമാർ മെയ് 7-ാം തീയതി കയറി കഴിഞ്ഞാൽ പിന്നെ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നത് വരെ അവർക്ക് പുറത്ത് കിടക്കാൻ അവകാശമില്ല. ഫോണുകൾ വാങ്ങിവെക്കും. ഒരു തരത്തിലും ബാഹ്യ ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ആദ്യ റൗണ്ട്, 2 റൗണ്ട്, അങ്ങനെ പല റൗണ്ടുകളായിട്ടാണ് തെരഞ്ഞെടുപ്പ്. ആദ്യത്തെ റൗണ്ടിൽ വോട്ടെടുപ്പിൽ ഇതുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുക. ഹലോ PP ജെയിംസ്, കേൾക്കാം. PP ജെയിംസ്, തുടരാം. ആദ്യ റൗണ്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ലെങ്കിൽ കറുത്ത പുക വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ച സിസ്റ്റൈൻ ചാപ്പലിന്റെ ടോപ്പിലൂടെയാണ്. ആ കറുത്ത പുക വരുന്നത്. എപ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ വെളുത്ത പുക പ്രത്യക്ഷപ്പെടും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക അടക്കം പള്ളിമണികൾ, ലോകമെമ്പാടുമുള്ള പള്ളിമണികൾ മുഴങ്ങും. അത് പുതിയൊരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു എന്നതിന്റെ സൂചനയാണ്. ഇപ്പോ ഒരു 10ഓളം കർദിനാളുമാരുടെ പേരുകൾ ഇവിടുത്തെ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2-3 പേരുകൾ. അതിലൊന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ, എന്നുവെച്ചാൽ പോപ്പിന് തീരെ 2ാം സ്ഥാനത്തുള്ള പിയട്ര പെരോളിൻ എൻ്റെ പേരാണ്. പിന്നൊരു പേര് മനുഷ്യത്വത്തിന് PP ജെയിംസ് വത്തിക്കാനിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് മെയ് 7-ന് നടക്കാൻ പോകുന്നു. പേപ്പൽ കോൺക്ലേവിന് മെയ് 7-ന് തുടക്കമാകാൻ പോകുന്നു. സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്ന കോൺക്ലേവിൽ വോട്ടവകാശമുള്ള 135 കർദിനാൾമാരാണ് പങ്കെടുക്കുക. 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർ വോട്ടെടുപ്പിലൂടെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. 3/2 ഭൂരിപക്ഷം ആർക്ക് ലഭിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആ ആളായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി മാറാൻ പോകുന്നത്. PP ജെയിംസ് തുടരുന്നുണ്ട്. PP, തുടരാം. PP. തീർച്ചയായിട്ടും ഈ സിസ്റ്റൈൻ ചാപ്പലിലാണ് 1485-ലാണ് സെക്സ്റ്റസ് IV എന്ന മാർപ്പാപ്പയാണ് സിസ്റ്റൈൻ ചാപ്പൽ പണിതത്. അതുകൊണ്ടാണ് സെക്സ്റ്റസിന്റെ പേരിലാണ് സിസ്റ്റൈൻ ചാപ്പൽ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. പ്രസിദ്ധമായ പെയിന്റിങ്സ് ഉണ്ട്. മൈക്കലാഞ്ചലോയുടെ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അതുപോലെ തന്നെ ക്രിയേഷൻ ഓഫ് ആദം, അതുപോലെ പത്രോസിന് കർത്താവ് കീ കൊടുക്കുന്ന താക്കോല് കൈമാറുന്നതിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ പ്രസിദ്ധമായ ബൈബിളിലെ വാക്കാണ് തന്റെ പ്രഥമ ശിഷ്യനായ പത്രോസിനോട് പറയുന്നത്, പത്രോസെ നീ പാറയാകുന്നു, ഈ പാറയമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, നരകവാതിലുകൾ അതിന്മേൽ പ്രബലപ്പെടുകയില്ല, ഭൂമിയിൽ നീ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിക്കപ്പെടും, ഭൂമിയിൽ നീ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടുമെന്ന തരത്തിലുള്ള ഇത് സിസ്റ്റൈൻ ചാപ്പലിൽ ആ കീ കൊടുക്കുന്നതിന്റെ പ്രതീകാത്മകമായ ചിത്രീകരണമുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് കർദിനാൾമാർ കയറിയിരുന്ന് ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ
അടുത്ത പിൻഗാമിയായിട്ട് വരുന്ന ആളെന്ന നിലയിൽ ലോകമെമ്പാടും പുതിയ ശരി, പി ജെയിംസ് വത്തിക്കാനിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. അടുത്ത മാർപ്പാപ്പ ആരാകും എന്നത് ഉറ്റുനോക്കുകയാണ് ലോകം. ആകാംക്ഷയോടുകൂടി വിശ്വാസികളും ലോകം ഒന്നാകെയും തന്നെ കാത്തിരിക്കുകയാണ്. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് വത്തിക്കാൻ കടക്കുന്നു. പേപ്പൽ കോൺക്ലേവിന് മെയ് 7 തുടക്കമാകാൻ പോകുന്നു. അതിൻ്റെ തീയതി ഇന്ന് കർദിനാൾമാരുടെ യോഗമാണ് അതിൻ്റെ തീയതി നിശ്ചയിച്ചത്. ഇനി ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ വത്തിക്കാനിലേക്കായിരിക്കും. വൈസ് ചാൻസലറും സർക്കാരും തമ്മിലുള്ള പോരിൽ പ്രതിസന്ധിയിലായി സാങ്കേതിക സർവകലാശാല. സിൻഡിക്കേറ്റ് യോഗം ചേരാത്തതുമൂലം സർവകലാശാലയുടെ പരീക്ഷാ നടത്തിപ്പ് അവതാളത്തിലായി. പോർട്ടൽ നടത്തിപ്പിനുള്ള പണം നൽകാത്തത് മൂലം വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാനും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനും കഴിയുന്നില്ല. സിൻഡിക്കേറ്റ് ചേർന്ന് ബജറ്റ് പാസ്സാക്കാത്തത് മൂലം ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാനും സാധ്യതയുണ്ട്. താൽക്കാലിക വിസിയുടെ ചുമതലയിലേക്ക് ഡോക്ടർ കെ ശിവപ്രസാദ് നിയമിതനായതോടെയാണ് APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ പോര് രൂക്ഷമായത്. ഗവർണർ നേരിട്ട് നിയമിച്ച VC സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പരാതി. സിൻഡിക്കേറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കാനാവില്ലെന്ന സമീപനത്തിൽ VCയും ഉറച്ചു നിൽക്കുന്നു. VCയും സിൻഡിക്കേറ്റും തമ്മിലുള്ള തർക്കം കോടതി കയറിയതോടെ സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരാറില്ല. നോമിനേറ്റ് അംഗങ്ങളുടെ കാലാവധി പൂർത്തിയായതുമൂലം സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരും വകുപ്പ് മേധാവികളും മാത്രമാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിലുള്ളത്. കേസ് നടക്കുന്നതിനാൽ സിൻഡിക്കേറ്റിലെ അവശേഷിക്കുന്ന അംഗങ്ങൾ VC വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുമില്ല. വിട്ടുവീഴ്ച ചെയ്യാൻ VCയും തയ്യാറല്ല. സിൻഡിക്കേറ്റ് യോഗം ചേരാത്ത മൂലം സർവകലാശാലയുടെ പ്രവർത്തനങ്ങളാകെ താളം തെറ്റി. പരീക്ഷാ നടത്തിപ്പ് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. പരീക്ഷകൾ നീളുന്നത് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കാത്തതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ബജറ്റ് അംഗീകരിക്കാത്തതുകൊണ്ട് പണം ചെലവഴിക്കാനാകുന്നില്ല. തന്മൂലം പോർട്ടൽ വാടക, റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ക്ലൗഡിൻ്റെ വാടക എന്നിവയെല്ലാം കുടിശ്ശികയാണ്. പോർട്ടൽ വാടക കുടിശ്ശികയായത് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിനെയും സർട്ടിഫിക്കറ്റ് വിതരണത്തെയും ബാധിച്ചിട്ടുണ്ട്. സിൻഡിക്കേറ്റ് യോഗം ചേരാത്തത് മൂലം പരീക്ഷാ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്ത കേസുകളിലെ ഹിയറിംഗും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 2000-ഓളം കേസുകളാണ് സർവകലാശാലയ്ക്ക് മുന്നിലുള്ളത്. ബജറ്റ് പാസ്സാകാത്ത മൂലം ജീവനക്കാരുടെ ശമ്പള വിതരണവും മുടങ്ങുന്ന സ്ഥിതിയാണ്. പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമായിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുന്നില്ല. സിൻഡിക്കേറ്റ് പുനഃസംഘടന പോലും ഇഴഞ്ഞു നീങ്ങുകയാണ്. അടിയന്തര ഇടപെടലിലൂടെ സാങ്കേതിക സർവകലാശാലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു വിവരം കൂടി പ്രേക്ഷകരോട് പറയാം. അത് ഈ റാപ്പർ വേടന്റെ മാലയിൽ നിന്ന് പുലിപ്പല്ല് കണ്ടെത്തിയതിന് പിന്നാലെ വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം ഹിൽ പാലസ് സ്റ്റേഷനിൽ നിന്ന് വനംവകുപ്പ് വേടനെ കൊണ്ടുപോകും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള, ഷോർട്ട് ബ്രേക്ക്. പ്രൈം ടൈമിലേക്ക് വീണ്ടും. റാപ്പർ വേടനെതിരെ ആംസ് ആക്ട് ചുമത്തില്ല. മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയതിനാൽ വേടനെ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വേടനെ കോടനാട്ടേക്ക് കൊണ്ടുപോകും. നിതിൻ അംബുജൻ പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് നിതിൻ? അല്പസമയത്തിനും തന്നെ വേടനെ കോടനാടേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ വേടനെ ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വേടന്റെ അതിന്റെ നടപടികൾ പൂർത്തിയാക്കുകയാണ്. അല്പസമയത്തിന് ആ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും എന്തായാലും കോടനാടേക്ക് കൊണ്ടുപോകുക. നേരത്തെ സൂചിപ്പിച്ചു, അതായത് 6 ഗ്രാം കഞ്ചാവ് പിടികൂടുന്നു. അതിനുശേഷമാണ് പിന്നീട് വേടന്റെ കഴുത്തിലെ മാല വേടനെ കുരുക്കായി മാറിയത്. അതാണ് യഥാർത്ഥത്തിൽ വേടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു കുരുക്കായി മാറിയത്. സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള നടപടികൾ തന്നെയാകും വേടനെ നേരിടേണ്ടി വരിക. എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനും ഉടനെ ഇറക്കി അതിനുശേഷം കോടതിയിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വേടനൊപ്പം പിടികൂടിയ മറ്റ് 8 പേരെ അല്പസമയത്ത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും. അതിനുശേഷം മറ്റ് നടപടികൾ പൂർത്തിയാക്കി അവരെയും ജാമ്യത്തിൽ വിടും. എടുത്തു പറയേണ്ട കാര്യം, വേടന്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ അതൊരുപക്ഷെ മറ്റ് ആംസ് ആക്ട് അടക്കമുള്ള കുരുക്കിലേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് ഓൺലൈൻ വഴി വാങ്ങിയതാണ് എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മറ്റ് നിയമക്കുരുക്കിലേക്കോ അല്ലെങ്കിൽ മറ്റ് കേസടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നിപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ഇപ്പോൾ പോലീസ് തന്നെ പങ്കുവയ്ക്കുന്ന വിവരമാണ്. അതുകൊണ്ട് തന്നെ വേടനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും പ്രധാനമായും ഈ 6 ഗ്രാം കഞ്ചാവ് സ്വാഭാവികമായിട്ടും സ്റ്റേഷനിൽ ജാമ്യം ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. പക്ഷേ അതിനുശേഷമുണ്ടായ സാഹചര്യം പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ പുലിപ്പല്ല് കണ്ടെത്തുന്നു. അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തുന്നു, ഫ്ളാറ്റിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തുന്നു. ഒരുപക്ഷെ അതാകും പിന്നീട് മറ്റ് കുരുക്കുകളിലേക്ക് പോകുക എന്ന ഒരു വിവരമാണ് പിന്നീട് പോലീസ് അടക്കം പങ്കുവച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ പോലീസ് ഒരു വിശദമായ പരിശോധന നടത്തിയപ്പോൾ അത് ഓൺലൈൻ വഴി വാങ്ങിയ ആയുധങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് മറ്റ് ഒരു നിയമ കുരുക്കിലേക്കോ പോകാൻ ഇടയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വനം വകുപ്പിന് കൈമാറാനുള്ള ഒരു നടപടികൾ പൂർത്തിയായി വരുന്നു. അതിനുശേഷം അല്പസമയത്തിനകം കോടനാടേക്ക് കൊണ്ടുപോകും. നാളെയാകും പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ ഹാജരാക്കുക. ശരി, നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വേടനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് വനംവകുപ്പ്. ഉടൻ തന്നെ കോടനാട്ടേക്ക് കൊണ്ടുപോകും. നാളെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്.
പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് പതിയാണെങ്കിലും മുക്തമാവുകയാണ് കശ്മീർ. ദാൽ തടാകത്തിൽ നാളുകളായി നങ്കൂരമിട്ടിരുന്ന ശിക്കാരകൾ വീണ്ടും നീറ്റിലിറങ്ങി തുടങ്ങി. ദാൽ തടാകത്തിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. കശ്മീരിന്റെ സ്വന്തം ദാൽ തടാകം, അത് വാക്കുകൾ കൂടിയോ ഒരുപക്ഷെ ദൃശ്യങ്ങൾ കൂടിയോ പൂർണ്ണാർത്ഥത്തിൽ അതിന്റെ ഭംഗി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നില്ലെന്ന സങ്കടമുണ്ട്. ദാൽ തടാകം ജമ്മു കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രയാണ്. ഇത്രമാത്രം മനോഹരിയായ ഒരു തടാകം, അത് രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായ തടാകങ്ങളൊന്നാണ് ദാൽ തടാകം. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ആയിരക്കണക്കിനായി ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ്. പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ തുടർച്ചയിൽ മൊത്തത്തിൽ കശ്മീർ ടൂറിസത്തിന്റെ ആഘാതത്തിന്റെ ഭാഗമായി കൂടി കഴിഞ്ഞ നമ്മളിവിടെ വരുന്ന ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ ഇവിടെ ഏതാണ്ട് ഒരു ടൂറിസ്റ്റ് പോലും എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഷിക്കാറുകൾ വെറുതെ അവിടെ കരയ്ക്ക് നങ്കൂരമിട്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. വീണ്ടും പതിയെ പതിയാണെങ്കിൽ കൂടിയും വീണ്ടും ഉണർന്നു വരുന്നു ദാൽ തടാകം. ഇന്നിപ്പോൾ രാവിലെ നമ്മളോട് വരുമ്പോൾ ഇവിടെ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ദാൽ തടാകത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ. എന്തായാലും അത് ഈ കഴിഞ്ഞ 3-4 ദിവസം ടൂറിസ്റ്റുകൾ വറ്റി വരണ്ട എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ കിടന്ന ദാൽ തടാകത്തിന് അത് സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. നമ്മളിപ്പോൾ ഈ ദാൽ തടാകത്തിലൂടെ ഒരു ഷിക്കാരയിൽ സഞ്ചരിക്കുകയാണ്. ഷിക്കാര എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടൻ വള്ളങ്ങൾക്ക് അനുസ്മരിപ്പിക്കുന്ന വളരെ മനോഹരമായൊരു നിർമ്മിതിയാണ്, ഒരു രാജകീയമായ നിർമ്മിതിയാണ്, ഒരു പ്രൗഢിയുള്ള നിർമ്മിതിയാണ്. ആ ഷിക്കാരയിൽ കയറി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൂടുതൽ വിനോദസഞ്ചാരികളെ കാണുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, സാധാരണഗതിയിൽ സീസൺ സമയത്ത് ഈ സമയത്തൊക്കെ ഇവിടെ നിറഞ്ഞ ഷിക്കാറുകളും നിറഞ്ഞ ടൂറിസ്റ്റുകളും ഉണ്ടാവാറുള്ളതാണ്. ഇപ്പോൾ ഇല്ല എങ്കിൽ കൂടിയും 3-4 അല്ലെങ്കിൽ 10-20 പേരാണെങ്കിൽ കൂടി വീണ്ടും എത്തി തുടങ്ങുന്നു ഇന്ന്. ഹാഷ്മി, ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഇവിടെ എത്തുന്നത്. ആ സമയത്ത് തന്നെ വലിയ തിരക്ക് ഈ ശിക്കാരകളിലൊക്കെ കരയിലെത്തുന്നു, ഉടൻ തന്നെ അടുത്ത വിനോദസഞ്ചാരി സംഘം എത്തുന്നു, അവരുമായി വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ഇത്തരത്തിലായിരുന്നു. ഇതാണ് കശ്മീരിലെ യഥാർത്ഥ ടൂറിസ്റ്റ് സീസൺ. ഈ സമയത്ത് ഇവിടെ ശിക്കാരകൾ ഒരിക്കലും കരയിൽ നങ്കുരമിട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയാറില്ല സാധാരണ. എന്നാൽ ഇത്തവണ കഴിഞ്ഞ ദിവസങ്ങൾ അത്തരത്തിലാണ് കണ്ടത്. ഇന്ന് ചെറിയ മാറ്റങ്ങളുണ്ട്. ചില ആളുകൾ എത്തിത്തുടങ്ങുന്നു. അതൊരു പ്രതീക്ഷയുടെ ദിവസങ്ങൾ വീണ്ടും വരുന്നു എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും അങ്ങനെയാണ്. അപ്പോൾ ദാൽ തടാകത്തിൽ ഇന്നലൊക്കെ നമ്മളിവിടെ വരുമ്പോൾ ഈ ഷിക്കാരകളൊന്നും എല്ലാം നങ്കൂരമിട്ട് കിടക്കുകയായിരുന്നു. ഇതിപ്പോൾ ടൂറിസ്റ്റുകളെ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. ഇതല്ല യഥാർത്ഥത്തിൽ ദാൽ തടാകത്തിന്റെ കാഴ്ച, ഇതല്ല. ഇത് ഈ തടാകം നിറഞ്ഞ ഷിക്കാരകൾ ഉണ്ടാവാറുണ്ട് ഇടതടവില്ലാതെ. രാവിലെ പുലർച്ചെ തുടങ്ങിയാൽ കടുത്ത തണുപ്പാണെങ്കിൽ കൂടിയും പുലർച്ചെ തുടങ്ങിയാൽ രാത്രി വൈകും വരെ ഷിക്കാറുകൾ നിറഞ്ഞ തടാകമാണിത്. ഇത് ഇവർക്ക് ഈ കാഴ്ച പോലും സങ്കടമുണ്ടാക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ വളരെ കുറഞ്ഞ മാത്രം ഷിക്കാറുകൾ സഞ്ചരിക്കുന്ന ദാൽ തടാകം ഇവിടുത്തുകാർക്ക് വലിയ സങ്കടമുണ്ടാക്കുന്ന കാഴ്ചയാണെങ്കിൽ കൂടിയും പോയ ദിവസങ്ങളെ വെച്ച് നോക്കിയാൽ ഇതൊരു സന്തോഷത്തിന്റെയും നേരിയ ആശ്വാസത്തിന്റെയും കാഴ്ചയാണ്. It was very beautiful and we have so much fun over here and the people over here are very good. The hospitality is so amazing and yeah, we are having fun. ദയവായി നിങ്ങൾ ബൈസറൻ വാലിയെ വെറുക്കരുത്. അങ്ങനെ വെറുത്താൽ അത് ഭീകരവാദികൾക്ക് അവരുടെ ഉദ്ദേശങ്ങൾക്ക് പിന്തുണ നൽകലാകും. പഹൽഗാം നിവാസികൾ നമ്മളോട് പറഞ്ഞതാണ്. ഏതാണ്ട് അതേ കാര്യം തന്നെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾ പറയുന്നുണ്ട്. We have come on 25th of April, but I don't think वो जो हुआ वो बहुत दुख की बात है, but I don't think we should boycott Kashmir. Kashmir is very good and the people staying here are very beautiful. പെട്ടെന്ന് നമ്മൾ പഹൽഗാം താഴ്വരയിലും കണ്ടു. പഹൽഗാം താഴ്വരയിലേക്കും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത് കണ്ടു. നമുക്കറിയാം നമ്മൾ നേരിട്ട ദുരന്തം, കൂട്ടക്കുരുതി, അതൊരു മഹാദുരന്തമാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ആ ആഘാതം, ആ വേദന അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ദ ലൈഫ് മസ്റ്റ് ഗോൺ. അത് ടൂറിസ്റ്റുകളുടെ, അത് ജമ്മു കാശ്മീരിന്റെ ആണെങ്കിലും രാജ്യത്തിന്റെ ആണെങ്കിലും വേദനകൾ പെട്ടെന്ന് മറക്കാൻ കഴിയട്ടെ. പഹൽഗാമും കാശ്മീരും അതിന്റെ ടൂറിസവും ഒക്കെ എത്രയും പെട്ടെന്ന് പോയ പ്രതാപത്തിൽ തിരിച്ചു പിടിക്കട്ടെ, പോയ പ്രതാപത്തിലേക്ക് ചിരിക്കട്ടെ, കാശ്മീർ വീണ്ടും ചിരിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ, എന്ന പ്രത്യാശയോടെ ദാൽ തടാകത്തിൽ നിന്നും ക്യാമറാമാൻ ജോഗേഷ് സിംഗിനും ബൽറാം നെടുങ്ങാടിക്കൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് IPL വിശേഷങ്ങൾ കൂടി പറയാം. IPL-ൽ ഗുജറാത്തിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 210 റൺസിന്റെ വിജയലക്ഷ്യം. ഗുജറാത്ത് ടൈറ്റൻസ് 4 വിക്കറ്റ് നഷ്ടത്തിലാണ് 209 റൺസ് എടുത്തത്. മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് കൊച്ചിയിൽ നിന്നാണ്. അവിടെ കുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ ജാർഖണ്ഡ് സ്വദേശികളെ എറണാകുളം നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന്, തിരുവല്ലാമലയിൽ നിന്ന് പുറത്തുവരുന്നൊരു വാർത്ത. ഭർത്തൃപിതാവ് മരുമകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കുടുംബവഴക്കാണ് ഇതിന് കാരണമായത്. വെള്ളക്കുഴി സ്വദേശി രാമൻകുട്ടിയാണ് മരുമകളെ വെട്ടിയത്. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ചില പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്,
ഈ യൂറോപ്പിലെ ഊർജ്ജ പ്രതിസന്ധിയെക്കുറിച്ച്, വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് എന്താണ് പറയാത്തതെന്ന് ഇടവേളയ്ക്ക് ശേഷം അതിനെക്കുറിച്ച് പറയാം. ഷോർട്ട് ബ്രേക്ക്. പ്രൈം ടൈം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ വൈദ്യുതി തടസ്സപ്പെട്ടത് ജനജീവിതം താറുമാറാക്കി. ഗതാഗതം പൊതുവെ സ്തംഭിച്ചു. വിമാനങ്ങൾ വൈകി. ATMകളിൽ നിന്ന് പണമെടുക്കാൻ കഴിയാതെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലായി. സ്പെയിനിലെ ബാഴ്സലോണയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പറക്കോട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. യൂറോപ്പിൽ അതിതീവ്രമായ ഒരു ഊർജ്ജ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിന്റെ ദക്ഷിണ ഭാഗങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലെല്ലാം പൂർണ്ണമായും പവർ സപ്ലൈ തകരാറിലായിരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലും പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ഈ ഊർജ്ജ പ്രതിസന്ധി ഉടലെടുത്തിട്ട്. ഓരോ രാജ്യങ്ങളും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ഫ്രാൻസ് പറയുന്നു അവരുടെ പവർ ഗ്രിഡിൽ ഉണ്ടായ തകരാറല്ല എന്ന് പറയുന്നു. പോർച്ചുഗീസ് ഗവൺമെന്റ് പറയുന്നത് ഇത് ഒരു സൈബർ അറ്റാക്ക് ആണെന്നാണ്. റെയിൽ ഗതാഗതം, വ്യോമഗതാഗതം, ട്രാം, അതുപോലെ തന്നെ മെട്രോ എല്ലാ സേവനങ്ങളും തകരാറിലായി. ആകെ നാമമാത്രമായി ഓടുന്ന ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമായിട്ടുള്ളത്. തെരുവുകളിൽ ആളുകൾ ഇറങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലായിടത്തും വലിയ ട്രാഫിക് ജാമും മറ്റും നേരിടുന്നുണ്ട്. ബാങ്കിങ് മേഖല പൂർണ്ണമായും തകരാറിലായി. ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലാതെ മറ്റൊരു ട്രാൻസാക്ഷനും ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല. വലിയൊരു പ്രതിസന്ധിയാണ്. യൂറോപ്യൻ യൂണിയൻ പറയുന്നത് ഏകദേശം 10 മണിക്കൂർ ഇത് തുടരുമെന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് സ്പെയിനിലെ ബാഴ്സലോണയിലാണ്. ബാഴ്സലോണയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പറക്കോട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം സ്പെയിൻ്റെ വടക്ക് തെക്ക് ഭാഗങ്ങളിലെ ചിലയിടങ്ങളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടോടുകൂടി പ്രൈം ടൈം പൂർത്തിയാവുകയാണ്. നമസ്കാരം, ഗുഡ് നൈറ്റ്.